Hello friends, welcome to All-in-One YouTube channel. So today we will be starting our MA Sociology classes. So ഇന്ന് നമ്മൾ ഇപ്പോൾ ഇഗ്നുവിന്റെ സിലബസ് ഫോളോ ചെയ്യുന്നവർക്ക് അവർക്കറിയാം MSO4, അതായത് അവരുടെ നാലാമത്തെ പേപ്പറാണ്, ഫസ്റ്റ് ഇയറിലെ നാലാമത്തെ പേപ്പറാണ് ഇന്ത്യൻ സോഷ്യോളജി. അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നവർക്കും അവരുടെ ഇന്ത്യൻ സോഷ്യോളജി പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു All-in-One ചാനൽ വൺസ് അഗെയിൻ. സോ ബ്ലോക്ക് 1 നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിയുടെ എമർജൻസിനെ പറ്റിയായിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ക്ലാസ്സിന്റെ സ്ട്രക്ചർ നമുക്ക് പറഞ്ഞുതരാം. സോ ഈ ക്ലാസ് കാണുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ ലൈക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തറോ ആയിട്ട് ഓരോ തിയറീസും തിങ്കേഴ്സും മനസ്സിലാക്കി തരും. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എങ്ങനെ ഒരു ആൻസർ ഫോർമാറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതും അതിൻ്റെതായ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. സോ ഇന്ത്യൻ സോഷ്യോളജിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ എമർജൻസി പറഞ്ഞു തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. സോ നമുക്ക് ആരംഭിക്കാം. വെയിറ്റ് എ സെക്കൻഡ്. Okay, yeah. So we'll be starting to discuss the emergence of Indian sociology. സോ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യോളജി എവിടെ നിന്നാണ് വന്നതാണ്. നമുക്കറിയാം, ഫസ്റ്റ് പേപ്പർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ യൂറോപ്പിലെ ഒരുപാട് റെവല്യൂഷൻസ് നടന്നല്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ, അതുവഴി ബാങ്കിങ്ങും പരിപാടികളും ഒക്കെ ഒരുപാട് ആക്റ്റീവായി. ഇതുപോലുള്ള പല റെവല്യൂഷൻ വഴിയാണ് അതുമൂലമുണ്ടായ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ് കാരണമാണ് യൂറോപ്പിൽ സോഷ്യോളജി ആരംഭിച്ചത്. ഇത് നമ്മൾ ഫസ്റ്റ് പേപ്പറിലായിരിക്കും കൂടുതൽ അഡ്രസ് ചെയ്യുന്നത്, എങ്ങനെ സോഷ്യോളജി ആസ് എ സബ്ജക്ട് ഒറിജിൻ. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ, ഭാരതത്തിൽ എങ്ങനെ സോഷ്യോളജി ഒറിജിനേറ്റ് ചെയ്തു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഇവിടെ മെയിൻ ആയിട്ടുണ്ടായത് കൊളോണിയൽ പീരീഡിലാണ്. സോ നമുക്ക് ആ വേർഡ് നോക്കാം. ഇറ്റ് ലീഡ് ടു കൊളോണിയൽ മോഡേണിറ്റി അല്ലേ. അവരുടെ ഭാഗമായി അവർ ഇവിടെ കൊണ്ടുവന്ന ഒരുപാട് ചേഞ്ചസ് കാരണമുണ്ടായ മോഡേണിറ്റി, അതായത് ചേഞ്ചസ് ഇൻ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. മോഡേണിറ്റി നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യപ്പോൾ തൽക്കാലം. സോ അതുമൂലം ഉണ്ടാവുന്ന കൊളോണിയൽ മോഡേണിറ്റി കാരണമാണ് ഇന്ത്യയിൽ സോഷ്യോളജി ഉത്ഭവിക്കുന്നത്. ഓക്കെ, സോ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷൻ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് PYQ അനലൈസ് ചെയ്താൽ അത് എത്രത്തോളം സ്ഥിരമായി ചോദിക്കുന്നതാണ് നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം. അതായത് എമർജൻസ് കണ്ടോ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ 2024 ഡിസംബറിലും ചോദിച്ചു. ക്രിട്ടിക്കലി എക്സാമിൻ ദ അപ്രോച്ചസ് ഓഫ് വെസ്റ്റേൺ സോഷ്യോ സ്കോളേഴ്സ് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇതെല്ലാം ഇഗ്നു ചോദിച്ചിരിക്കുന്ന PYQs ആണ്. 2019 തൊട്ടുള്ള PYQs നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 2010 വരെയുള്ള ചോദ്യങ്ങൾ നോക്കിയപ്പോഴും ഇതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, അതാണ് ഡിസ്കസ് ദ എമർജൻസ്, വീണ്ടും ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്, അതായത് എമർജൻസ് തന്നെയാണ് ചോദ്യം. ഓക്കെ, അതുപോലെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്രോച്ചസ്, അതായത് ഫോറിനേഴ്സ് ഇവിടെ കൊടുത്ത വേരിയസ് അപ്രോച്ചസ് എന്താണെന്നുള്ള ചോദ്യം, വെസ്റ്റേണേഴ്സ് കൊടുത്ത ചോദ്യം, അതുപോലെ ഇന്ത്യൻ സ്കോളേഴ്സും എന്തൊക്കെ തരം അപ്രോച്ചസ് വഴിയാണ് ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യം. അതുപോലെ സോഷ്യോളജി എവല്യൂഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബ്ലോക്കുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. അതായത് സോഷ്യോളജി ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായ ഓരോ ഡീക്കേഡ്സിലും ഉണ്ടായ എവല്യൂഷൻ നോക്കുന്നുണ്ട്. അതായത് 1950s ആണ്, 1000 അല്ല, 1950s 1960കൾക്കിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതിനുശേഷം 1970കളിൽ ഉണ്ടായ മാറ്റങ്ങൾ. അപ്പൊ നമുക്ക് 1970കൾക്ക് ശേഷമുള്ള മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കാം, ആ ഒരു ചോദ്യം കൂടി. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ പലവട്ടം റിപ്പീറ്റ് ആയി വരുന്നതാണ്. കണ്ടോ, 2020 തന്നെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, ഇതാണ് മേജറായിട്ട് നമ്മൾ ബ്ലോക്ക് 1 നിന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്ന PYQs. ഓക്കെ അല്ലേ. സോ പല ഇയർ, ഈ 2024 തന്നെ ജൂൺ എക്സാമിൽ തന്നെ 2 വട്ടം എമർജൻസ് ഓഫ് സോഷ്യോളജിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 മാർക്സ് ഇൻ ടോട്ടൽ, 20 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഏരിയ ആസ് പെർ അവർ എക്സാം സിലബസ് ആസ് വെൽ. ആൻഡ് മോർ ഓവർ സോഷ്യോളജി പറ്റി പഠിക്കുന്ന ഒരാൾ എന്തായാലും അത് ഇന്ത്യയിൽ എങ്ങനെ വന്നെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. PYQ വഴി ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായല്ലോ. ദാറ്റ്സ് ഓൾ. സോ ഇന്ത്യയിൽ കൊളോണിയൽ മോഡേണിറ്റി കാരണമാണ് അല്ലെ, അതിനോടുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു. കൊളോണിയൽ മോഡേണിറ്റി കൊണ്ട്
ഉണ്ടായ ചേഞ്ചസ് ഉണ്ടായ ഒരു റെസ്പോൺസ് കാരണമാണ് ഇന്ത്യയിൽ സോഷ്യോളജി ഉത്ഭവിക്കുന്നത്. സോ ആക്ച്വലി നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടിരിക്കുക, മനസ്സിലാക്കുക, ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുക. നമ്മൾ ഇത് ഒരു ആൻസറിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് ഞാൻ ഒരു ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, യൂറോപ്പിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി, ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയിൽ അതിനു മുമ്പ് സൊസൈറ്റിയെ പറ്റി ആരും പഠിച്ചിട്ടില്ലേ? ഈ കൊളോണിയൽ ചേഞ്ചസ് ഉണ്ടായ മാറ്റങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ? അല്ല, ഈ കൊളോണിയൽ ചേഞ്ച് കൊണ്ടുണ്ടായ മാറ്റങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു സയന്റിഫിക് സ്റ്റഡി ആയിട്ട് സോഷ്യോളജി വരുന്നത്. ആക്ച്വലി എന്താണ് സോഷ്യോളജി? സോഷ്യോളജി ഇസ് എ സയന്റിഫിക് സോറി സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി, അല്ലേ? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റിയുടെ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സയന്റിഫിക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് കൊളോണിയൽ പീരീഡിന് ശേഷമാണ്. ആ കൊളോണിയൽ മോഡേണിറ്റിക്കുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് തുടങ്ങുന്നത്. സോ നമുക്കൊരു പഴയ കാലങ്ങളിൽ നോക്കുമ്പം ലൈക്ക് അർത്ഥശാസ്ത്ര, ധർമ്മശാസ്ത്ര, ഇതൊക്കെ ആക്ച്വലി സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും കാസ്റ്റ് റൈസിങ് പലതിനെ പറ്റി ആക്ച്വലി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും എംപിരിക്കൽ അല്ല. എംപിരിക്കൽ എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് ബേസ്ഡോ അല്ലെങ്കിൽ സർവേ ബേസ്ഡോ ഒന്നുമല്ല. ജസ്റ്റ് അവരവരുടെ ഒരു ഫിലോസഫി നേച്ചറായിരുന്നു, ഒരു ഫിലോസഫിക്കൽ ആംഗിളിലായിരുന്നു ഈ രചനകളെല്ലാം ഉണ്ടായിരുന്നത്. അതായിരുന്നു ഇതിന്റെ പോരായ്മകൾ. ഓക്കെ, സോ അന്നത്തെ കാലത്തിന് ഇതേ ഉള്ളായിരുന്നു ആവശ്യം. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സോഷ്യോളജിയിൽ ലൈക്ക് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിട്ട് ഇതിനെ പറയാത്തത്. കാരണം ഇത് എംപിരിക്കൽ അല്ലായിരുന്നു. എംപിരിക്കൽ എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് ബേസ്, സയന്റിഫിക് ബേസ് അല്ലെങ്കിൽ ഡേറ്റയുടെ ബാക്കപ്പ് കൂടി ഉള്ളത്, അല്ലേ? അല്ലായിരുന്നു. ഇനി ഇത് തുടങ്ങുന്നത് അപ്പൊ പഴയ ഏൻഷ്യൻ ഇന്ത്യയുടെ കാര്യങ്ങളായി. ഇനി കുറച്ചും കൂടി മോഡേൺ ഇന്ത്യ വരുമ്പം നമുക്ക് കൊളോണിയൽ പീരീഡ് കഴിഞ്ഞ് അവര് 1857 ശേഷം ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിച്ചു, അല്ലേ? ആരാ? ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിച്ചു. അതിന്റെ ഭാഗം എന്ത് പറ്റി? ഇവിടെയുള്ള ആൾക്കാർക്ക് വെസ്റ്റേൺ ഐഡിയോളജീസ് ആൻഡ് വെസ്റ്റേൺ തിങ്കേഴ്സുമായിട്ട് പരിചിതമായി. അവിടുത്തെ വെസ്റ്റേൺ ഐഡിയോളജീസ്, അതായത് ഫ്രഞ്ച് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതുമൂലമുണ്ടായ വിപ്ലവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പം അതുപോലെ സൊസൈറ്റിയിൽ ഉണ്ടായ മാറ്റങ്ങളും അവരെ അറിഞ്ഞു തുടങ്ങി. അപ്പൊ ആ രീതിയിൽ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നു. അവിടെ ഒരു ചിന്തിച്ചു തുടങ്ങൽ ആണ് നടക്കുന്നത്. ഈ നോളജസ് ഒക്കെ കിട്ടുമ്പോൾ ഓക്കെ, മാറ്റങ്ങൾ വരാം, ഒന്നും എന്നേക്കും അല്ല, മാറ്റങ്ങൾ വരാം എന്നുള്ള ചിന്ത ഇന്ത്യയിലെ തിങ്കേഴ്സിന് പലരിലും വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു നോളജ് വഴി നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ് മെയിൻ ആയിട്ട് കിട്ടിയത്, അല്ലേ? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വാസ്റ്റ് ഏരിയ ഓഫ് നോളജുമായിട്ട് നമുക്ക് ആക്സസ് കിട്ടും, അല്ലേ? ഇവിടുത്തെ മെയിൻ അന്നത്തെ പ്രിവിലേജ് ക്ലാസ് ആയിരുന്നു ഇവിടെ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയത്. പക്ഷെ അവർക്ക് ഇതുവഴി എന്ത് ചെയ്ത് ലോകത്തുള്ള എല്ലാ തിങ്കേഴ്സിനെ പറ്റിയും തിയറീസിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവഴി ക്രിയേറ്റ് ആയി. ഈവൻ ദോ ബ്രിട്ടീഷേഴ്സ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് അവരുടെ സെൽഫിഷ് നീഡ്സിന് വേണ്ടിയായിരുന്നു. ഇവരുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണം എന്നുള്ള സെൽഫിഷ് നീഡ്സ് വേണ്ടിയായിരുന്നു അവർ തുടങ്ങിയത്. പക്ഷെ എന്തു പറ്റി? ഇത് തിരിച്ച് പഠിച്ചവർ എന്ത് ചെയ്തു? നാട് നന്നാക്കാനും അല്ലെങ്കിൽ കൂടുതൽ നാടിനെ പറ്റി കൂടുതൽ അറിയാനും ആ നോളജ് ഉപയോഗിച്ചു. ഈ സംഭവം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പോലും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അല്ലേ? യാ, ഇപ്പൊ നോക്കാം അർത്ഥശാസ്ത്ര, ധർമ്മശാസ്ത്ര. അപ്പോ നമുക്ക് കുറച്ച് തിങ്കേഴ്സിനെ പരിചയപ്പെടാം ഇവിടെ. അതായത് ഈ ഫോറിനേഴ്സ് ഇപ്പൊ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പറ്റി നമുക്ക് കിട്ടിയ കുറെ പരിചിതമായ കുറെ തിങ്കേഴ്സ് ഉണ്ടല്ലോ. അതിലൊന്നാണ് ആഗസ്റ്റ് കോംറ്റെ. പുള്ളിയുടെ പോസിറ്റിവിസം. ഓക്കെ, പോസിറ്റിവിസം എന്ന് പറയുന്ന തിയറി ഇത് നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ പഠിക്കുമേ. പോസിറ്റിവിസം എന്ന തിയറി ആയിട്ട് നമ്മൾ സുപരിചിതരായി. ഹെർബർട്ട് സ്പെൻസറിന്റെ എവല്യൂഷനിസം എന്ന തിയറി വഴി നമ്മൾ ആ കാലഘട്ടത്തിൽ ഫെമിലിയറായി. പിന്നീട് ആരെ പറയാം? ഡർക്കീം ഫങ്ഷണലിസം, അല്ലേ? ഫങ്ഷണലിസത്തിന്റെ മെയിൻ ആളാണ് ഡർക്കീം. സോ ആ സംഭവം നമുക്കിവിടെ പറയാം. ഫങ്ഷണലിസമായിട്ടും ഈ ഭാരതീയർ ഫെമിലിയർ ആയി. ഓക്കെ, ഇത്രയുമായി. സോ ഏൻഷ്യൻ ഇന്ത്യയിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ അറിഞ്ഞു. അത് രണ്ട് നമ്മൾ ടെസ്റ്റുകളുടെ പേരും പഠിച്ചു. അതുപോലെ കുറച്ചും കൂടി ഒന്ന് 1850 ശേഷം ഉള്ള യൂണിവേഴ്സിറ്റീസ് വഴി ആൾക്കാർ ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് എക്സ്പോസ് ആയി തുടങ്ങുകയായിരുന്നു. ഓക്കെ,
ഇനി നമുക്ക് ഇവിടുത്തെ നാഷണലിസം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാം. അപ്പൊ ആദ്യ നാളുകളിൽ ഇവിടെ ഒരു കുറച്ച് സോഷ്യൽ റിഫോമേഴ്സിന്റെ കാലമായിരുന്നു അല്ലേ. ആദ്യ നാളുകളിൽ നമ്മൾ ബ്രിട്ടീഷേഴ്സിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷിനെതിരെ പറയുന്നില്ല, ആദ്യ നാളുകളിൽ നമ്മുടെ കുറെ സോഷ്യൽ റിഫോംസ് കൊണ്ടുവന്നു. ഇപ്പം രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കാൻ ഒരുപാട് ചെയ്തല്ലോ. അതുപോലെ ശ്രീനാരായണ ഗുരു കാസ്റ്റിനെതിരെയും, അതുപോലെ തന്നെ പെരിയാർ ഇ രാമസ്വാമി നായ്ക്കർ, പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ്. പിന്നീട് നമുക്ക് അറിയാം ജ്യോതിബ പൂലെ അല്ലെ, ജ്യോതിബ പൂലെ പുള്ളിയും കാസ്റ്റിനെതിരെയും ഒക്കെ, അതുപോലെ പുള്ളിയുടെ വൈഫായ സാവിത്രിബായി പൂലെയൊക്കെ വിമൻ എഡ്യൂക്കേഷൻ ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതുവഴി അവിടെ നടന്നതെന്ന് വെച്ചാൽ ഒരു വാക്കുണ്ട്, എ പ്രോട്ടോ സോഷ്യോളജിക്കൽ സ്പിരിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യോളജി വളരുന്നില്ല അവിടെ. പക്ഷെ ഈ ചിന്തകളൊക്കെ ഇൻഫ്ലുവൻസ് ആയ ആൾക്കാർ അവരുടെ ഉള്ളിൽ ഒരു പ്രോട്ടോ സയന്റിഫിക് സ്പിരിറ്റ് ഉണ്ടായി, പ്രോട്ടോ സോഷ്യോളജിക്കൽ സ്പിരിറ്റ് ഉണ്ടായി. അതുവഴി അവർ പരമാവധി ചേഞ്ചസ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. നമുക്ക് ആ ഒരു കീവേഡ് നമ്മുടെ ആൻസേഴ്സിലൊക്കെ കൊണ്ടുവരാം, എ പ്രോട്ടോ സോഷ്യോളജിക്കൽ സ്പിരിറ്റ്, എ പ്രോട്ടോ സോഷ്യോളജിക്കൽ സ്പിരിറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു സയന്റിഫിക് സിസ്റ്റം ആയിട്ടോ ഒന്നും അല്ല അവരവിടെ പ്രവർത്തിക്കുന്നത്, പക്ഷെ ഇവർക്ക് ഒരു ചിന്ത തുടങ്ങി, കാസ്റ്റ് സിസ്റ്റം അതിന് ഇഷ്യൂ ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഹൈറാക്കി, ഇവിടെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഹൈറാക്കി, അതുപോലെ തന്നെ ജെൻഡർ സിസ്റ്റത്തിൽ ഉള്ള ഹൈറാക്കി, അതുപോലെയുള്ള പല കാര്യങ്ങളും, ക്ലാസ്സുകൾ തമ്മിലുള്ള ഹൈറാക്കി, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ചിന്ത തുടങ്ങി. ഇതുവഴിയുള്ള റിഫോംസും വന്നു തുടങ്ങി. പക്ഷെ പഠനങ്ങളല്ല, അപ്പോഴും നടക്കുന്നത് സോഷ്യൽ റിഫോംസ് ആണ് അല്ലെ. സോഷ്യൽ റിഫോംസിന് വേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ ഇതൊരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പഠന വസ്തുവായിട്ട് ഇത് മാറുന്നില്ല അപ്പോഴും. ഓക്കെ, സോ നമുക്ക് 1800 1900 മുമ്പ് അല്ലെങ്കിൽ ആദ്യ 1900 കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വെളിപ്പെടുത്താം. ഓക്കെ, ഏൻഷ്യൻ ഇന്ത്യ കഴിഞ്ഞു, സോ 1850s കണ്ടു, ഇപ്പൊ ഏതാണ്ട് ഒരു 1900 നമ്മൾ കടന്നുപോയി. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലിസത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സോഷ്യോളജി പിന്നീട് പതിയെ ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഒരു പഠന സബ്ജക്റ്റായി ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ അറിയേണ്ടത് ചില ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടണം. അപ്പം ജി എസ് ഗുരെ എന്ന് പറയുന്ന ഇന്ത്യൻ തിങ്കർ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഇത് കൊണ്ടുവന്നു. 1919 സോഷ്യോളജി എന്നതൊരു ഡിസിപ്ലിനായിട്ട് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നു. ഇതിനുശേഷം 1921 ലക്നൌവിലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. അതിനുശേഷം കൽക്കട്ടയിലും ഇത് ആരംഭിച്ചു. ഓക്കെ, കൽക്കട്ടയിലും ഇത് ആരംഭിച്ചു. ഇതുപോലെ നമുക്ക് മറ്റ് തിങ്കേഴ്സിനെ പറ്റി പറയുമ്പോൾ ഗുരെ, ഡി പി മുഖർജി, മജുംദാർ വേറെ വരും, മുഖർജി, രാധാകമൽ മുഖർജി, ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ കുറച്ച് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നു. അതായത് കുറെ തിയറി കൊണ്ടുവന്നു. ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി കുറെ തിയറീസ് അവർ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇതൊക്കെ തിയറിയാണ്. എന്നാൽ ഫീൽഡ് വർക്ക് തുടങ്ങും. അതായത് പിന്നീട് ഒരുപാട് നാൾക്ക് ശേഷം ഈ തിയറിയും ഇവരൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏൻഷ്യൻ ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചാണ്. അതിനുശേഷം MN ശ്രീനിവാസ്, AR ദേശായി, അതുപോലുള്ള തിങ്കേഴ്സ് കാരണം ഫീൽഡ് വർക്ക്, അതായത് ഇപ്പൊ ചില ട്രൈബ്സിനിടയിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്കി പഠിച്ച് എഴുതുന്നു, അല്ലെങ്കിൽ ചില വില്ലേജ് സ്റ്റഡി. ഇപ്പൊ ശ്രീനിവാസിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ നമ്മളെപ്പോഴും വില്ലേജ് സ്റ്റഡീസ് പറയും. പുള്ളിക്കാരൻ ഒരു മൈസൂർ വില്ലേജിലൊക്കെ പോയിരുന്നു. ആ വില്ലേജ് ഏതാ നമുക്ക് നോക്കാം. വില്ലേജ് സ്റ്റഡീസ് ഒക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. സോ ഇവരൊക്കെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ്. MN ശ്രീനിവാസ്, AR ദേശായി. ഇവരൊക്കെ ലേറ്റർ ഫീൽഡ് വർക്ക് സ്റ്റഡി വരും. അതെന്ന് വെച്ചാൽ കുറച്ചും കൂടി എംപിരിക്കൽ ബേസ് അല്ലെ, ഡേറ്റ സയന്റിഫിക് ആണ്. ഓക്കെ, ഇവര് അതിന്റെയൊക്കെ ഒരു തുടക്കം ഇട്ടു, ബേസ്ഡ് ഓൺ ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇപ്പൊ MN ശ്രീനിവാസ് വില്ലേജ് സ്റ്റഡീസ് ഫോക്കസ് ചെയ്തപ്പോൾ AR ദേശായി പുള്ളി ഒരു മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അപ്പൊ പുള്ളി ക്ലാസിനെ പറ്റിയും അതുകൊണ്ടുണ്ടാവുന്ന ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ പറ്റിയൊക്കെയാണ് കൂടുതൽ പഠിച്ചത്. ആരാണ്? AR ദേശായി. സോ ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും, ഓരോരുത്തർ ഏതിലൊക്കെയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ആൻസറിൽ ഇതൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ വലിയ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ,
സോ ഇനിയാണ് ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ എമർജൻസ് സോഷ്യോളജിയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഘടകങ്ങളിലോട്ട് വരുന്നത്. അതായത് ഓറിയന്റലിസവും അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റ് ആൻഡ് ഇൻഡോളജിസ്റ്റ്. സോ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ നമുക്ക് പറയുകയാണെങ്കിൽ വെസ്റ്റേണേഴ്സ് സായിപ്പുമാര് നമ്മുടെ നാട്ടിനെ പറ്റി പഠിച്ചതിനെയാണ് നമ്മൾ ഓറിയന്റലിസം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യക്കാർ ഇന്ത്യയെ പറ്റി പഠിക്കുന്നതിന് നമ്മൾ ഇൻഡോളജി എന്നും പറയാം. ഓക്കെ, ഇത് പൂർണ്ണമായി ശരിയല്ല, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ഇത് മതി. അതായത് സായിപ്പുമാർ നമ്മുടെ നാട്ടിനെ പറ്റി പഠിച്ചു, അത് ഓറിയന്റലിസം. ഇൻഡോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇന്ത്യനെ പറ്റി പഠിച്ചു. ഓക്കെ, ഇത് പൂർണ്ണമായി ശരിയല്ല, കാരണം ഇൻഡോളജിസ്റ്റിൽ ഒരുപാട് സായിപ്പുമാർ വരുന്നുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്, ഇപ്പുറത്ത് അതേപോലെയും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഓറിയന്റലിസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓറിയന്റലിസം അല്ലെങ്കിൽ ഓറിയന്റലിസം, അത് ഫോളോ ചെയ്യുന്നവരെ ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നു. ഓറിയന്റലിസം. ഓക്കെ, ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കൊണ്ടുവരുന്നത് സായിപ്പാണല്ലോ കൊണ്ടുവരുന്നത്. അതായത് അവരുടെ ഭരണം ജസ്റ്റിഫൈ ആണ്, അതായത് സായിപ്പിന്റെ കൊളോണിയൽ ഭരണം ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. അതുവഴി മാനേജ് അല്ലേ, ഒന്ന് അവരുടെ ഇത് ജസ്റ്റിഫൈ ചെയ്യണം, പിന്നെ മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ ഇന്ത്യക്കാരാണ് ഭരിക്കുന്നത്, അപ്പം ഇന്ത്യക്കാരെ പറ്റി കൂടുതൽ മനസ്സിലാക്കി അവരുടെ കൾച്ചറും റിലീജിയനെ പറ്റിയൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ എന്ത് പറ്റും? അവർക്ക് ഈസി ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാലോ. ടു ജസ്റ്റിഫൈ ആൻഡ് മാനേജ് ദെയർ റൂൾ. ഇതുവഴി അവരുടെ ഭരണത്തിന് ജസ്റ്റിഫൈ ചെയ്യാനും മാനേജ് ചെയ്യാനും നിയന്ത്രിക്കാനും അവർക്ക് സാധിച്ചു. പിന്നീട് ഓക്കെ, ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റംസ്, റിലീജിയൻ, കൾച്ചറിലൊക്കെയാണ് ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ആ സമയത്തിലെ ഓറിയന്റലിസ്റ്റിലെ മെയിൻ തിങ്കേഴ്സ് ആയിട്ട് വില്യം ജോൺസിനെ നമുക്ക് പറയാം. അതുപോലെ മാക്സ് മുള്ളറിനെ നമുക്ക് പറയാം. ഈ തിങ്കേഴ്സിന്റെ ഒക്കെ പേര് നമ്മൾ കൊണ്ടുവരണം, ആൻസറിൽ എന്തായാലും കൊണ്ടുവരണം. ഓറിയന്റലിസം എന്തിനാണ് വന്നത്? അവരുടെ റൂളിനെ ജസ്റ്റിഫൈ ചെയ്ത് മാനേജ് ചെയ്യാൻ. ഇവർ എന്തിനെ പറ്റിയാണ് കൂടുതൽ പഠിച്ചത്? ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് കൾച്ചറിനെ പറ്റി. മെയിൻ തിങ്കേഴ്സ് ആരായിരുന്നു? വില്യം ജോൺസ്, മാക്സ് മുള്ളർ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇവർ ഇന്ത്യയെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഇവർ പഠിച്ചതിന് ശേഷം എന്താ പറഞ്ഞത്? ഇവരുടെ മാനേജ് അല്ലെ, ഇവര് നമ്മളെ കുറച്ച് അടിച്ചതാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിന്റെയൊക്കെ തുടങ്ങുന്നത്. സോ ഇന്ത്യക്കാർ ഇച്ചിരി പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ ഇച്ചിരി ഏൻഷ്യന്റ് ആണ്, ആ രീതി പ്രാകൃതരാണ്, അവരെ ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞാണ് ഇവരും ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇതിനെ. സോ ഇവരുടെ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഇന്ത്യ വളരെ ഒരു ഏൻഷ്യൻ സൊസൈറ്റിയാണ്, അതുപോലെ സ്പിരിച്വൽ ആണ്, അത്ര സയന്റിഫിക് അല്ല, ആ ഒരു രീതി. സ്പിരിച്വൽ ആൻഡ് സ്റ്റാറ്റിക്. അതായത് ഇവർക്ക് മാറ്റമൊന്നുമില്ല, പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇങ്ങനെയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞു, അതായത് ഇവർ ഇന്ത്യക്കാരെ അങ്ങ് വെറും അടിച്ചതാക്കുന്ന രീതി പറഞ്ഞില്ലേ, ഇതിനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓറിയന്റലിസ്റ്റ് റിഡക്ഷനിസം. റിഡക്ഷനിസം എന്നാണ് നമ്മൾ സോഷ്യോളജി ഇതിനെ പറയുന്നത്. അതായത് ഓറിയന്റലിസ്റ്റുകാർ വന്ന് നമ്മളെ അങ്ങ് വെറും ചുരുക്കി കളഞ്ഞു. റിഡക്ഷനിസം, റിഡക്ട് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, ഓറിയന്റലിസ്റ്റ് റിഡക്ഷനിസം എന്ന് പറയും. ഓക്കെ, ഇവർ ഇത് പഠിക്കാനായിട്ട് ഉപയോഗിച്ച മെയിൻ സോഴ്സസ് എന്താണ്? നമ്മുടെ പഴയ ഏൻഷ്യൻ ടെക്സ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അതായത് ഇവരൊരു ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്, അല്ലാതെ സയന്റിഫിക് സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് വർക്കുകളോ ഒന്നും അല്ല ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഓക്കെ, ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പം അറിയാം ഇവര് ചെയ്തത് വളരെ മോശം കാര്യങ്ങളാണ്, ഇത് ഇവരുടെ ഉദ്ദേശവും അത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ ഇത് കാരണം കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റ് വന്ന് സായിപ്പുമാർ ഇവിടെ പറ്റി അവരുടെ ഗ്രീഡിനായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഗുണങ്ങൾ കിട്ടി. ഒന്ന്, നമ്മുടെ ഏൻഷ്യൻ ടെക്സ്റ്റുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, അതായത് വൈഡർ ഓഡിയൻസിലോട്ട് എത്തി, അതായത് വൈഡായിട്ട് ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ പണ്ട് ഈ സാൻസ്ക്രിറ്റിലായിരുന്നല്ലോ ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്, എന്നാൽ ഇവർ അതേസമയം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്തു. ഈ സാൻസ്ക്രിറ്റ് കുറച്ച് പേർക്കല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവരെല്ലാവർക്കും കൊടുത്തു, എല്ലാ ജാതി മതമില്ലാതെ എല്ലാവർക്കും കൊടുത്തു. ഈവൻ ദോ മെയിൻ കുറച്ച് ജാതിക്കാർക്ക് കിട്ടിയോളെങ്കിലും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി വൈഡായി. അതായത് നേരത്തെ ഈ ടെസ്റ്റുകളെല്ലാം ബ്രാഹ്മിൻസ് മാത്രം അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് കാസ്റ്റ് ടോപ്സ് വരുന്ന ടീംസ് മാത്രം വായിച്ചുകൊണ്ടിരുന്നപ്പം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വഴി ഇതിന്റെ ട്രാൻസ്ലേഷൻ കൂടി നടന്നു. അപ്പൊ ഇത് പലരിലോട്ടും എത്തി. ഇത് പിന്നീട് നമ്മുടെ ഫ്രീഡം ഫൈറ്റിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, വൈഡ് റീച്ച് കിട്ടി തുടങ്ങി. ഓക്കെ, ഇതൊരു വലിയ പോസിറ്റീവായിട്ട് നമുക്ക് പറയാം.
ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞല്ലോ ഇവര് നമ്മളെ ഭയങ്കരമായിട്ട് അല്ലെ ഓറിയന്റലിസ്റ്റ് പ്രൊഡക്ഷനിസം ആയിരുന്നു നടന്നത്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ പോരായ്മ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് വർക്ക് ഒന്നും ഇല്ലായിരുന്നു അല്ലേ, ഇവര് ചുമ്മാ ടെസ്റ്റ് വെച്ചാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇതിന്റെ ഒരു ലാക്ക് ഓഫ് ഫീൽഡ് വർക്ക് പറയാം, ലാക്ക് ഓഫ് വില്ലേജ് സ്റ്റഡീസ് പറയാം, അത് നമുക്ക് പറയാം. ഓക്കെ, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക ഓറിയന്റലിസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡോളജി എന്താന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഇൻഡോളജി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഇന്ത്യക്കാർ ഇന്ത്യയെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് തുടങ്ങി വെക്കുന്നത് ലൂയിസ് ഡുമൺ എന്ന് പറയുന്ന ഒരു സായിപ്പൊക്കെയാണ്. ഓക്കെ, പക്ഷെ പിന്നീട് നമ്മൾ ഇന്ത്യക്കാർ ഏറ്റെടുക്കുന്നത് ഇതാണ്. ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഇതിന്റെ ഒറിജിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓറിയന്റലിസത്തിന് ഒരു റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഓറിയന്റലിസത്തിന് ഒരു റിയാക്ഷൻ ആയിട്ടാണ് ഇൻഡോളജി ആക്ച്വലി തുടങ്ങുന്നത്. അപ്പൊ അവരിങ്ങനെ നമ്മളെ തരതാഴ്ത്തിയൊക്കെയാണല്ലോ സംസാരിച്ചത്. പക്ഷെ അങ്ങനല്ല, അതൊക്കെ തെറ്റാണ്. കുറച്ചും കൂടി വേറെ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെക്കാനാണ് ഇൻഡോളജി ആദ്യം തുടങ്ങിയത്. ഓക്കെ, സോ ഇവരും നമ്മുടെ പഠിക്കാൻ ഉദ്ദേശിച്ചത് കൾച്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻ ആണ്. അതായത് നമ്മുടെ ഏൻഷ്യൻ ടെസ്റ്റുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവരും പഠിച്ചു തുടങ്ങുന്നത്. ആക്ച്വലി ഇൻഡോളജി തുടങ്ങുന്നത് ഇവര് ഇങ്ങനെ തന്നെയാണ്, ഫിലോസഫിക്കൽ ട്രഡീഷൻസ് വെച്ച് തന്നെയാണ് ഇവരും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോഴും ഫീൽഡ് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് പിന്നീട് എം എൻ ശ്രീനിവാസൊക്കെ വന്നതോടു കൂടിയാണ് വരുന്നത്. ഇതിലെ മെയിൻ കുറച്ച് തിങ്കേഴ്സ് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ജി എസ് ഗുരെ, ഡി പി മുഖർജി, ബിനോയ് കുമാർ സർക്കാർ, ഇങ്ങനെ നമുക്ക് കുറച്ച് മെയിൻ തിങ്കേഴ്സിന്റെ കാര്യം പറയാം. സോറി, ഇത് നമുക്ക് പറയാം. ഓക്കെ, സോ എന്താണ് ഓറിയന്റലിസം, അല്ല എന്താണ് ഇൻഡോളജി നമുക്ക് മനസ്സിലായി. സോ സോഷ്യോളജി എമർജൻസിനെ പറ്റി നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ഏൻഷ്യൻ ഇന്ത്യയിലെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് 1850-കളിലൊക്കെ യൂണിവേഴ്സിറ്റീസ് വന്നു. അതിനുശേഷം ജി എസ് കുര്യയൊക്കെ യൂണിവേഴ്സിറ്റി ഇട്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. ഇതിനുശേഷം നമ്മൾ ആ ഒരു എവല്യൂഷനിൽ നിന്ന് മാറി പലതരത്തിലുള്ള ഐഡിയോളജീസ്, ഓറിയന്റലിസവും ഇൻഡോളജിയും ഉണ്ടായിരുന്നതും കൂടി വളരെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുവാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തിങ്കർ, നമ്മുടെ ഇന്ത്യൻ തിങ്കർ ആയിട്ടുള്ള യോഗേന്ദ്ര സിംഗ്, സോറി എവിടെ നമ്മുടെ പേജ് എവിടെ, യാ ഇത് തന്നെ, യോഗേന്ദ്ര സിംഗ്. ആൻസറിലൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് വളരെ മാർക്ക് കിട്ടാൻ പോകുന്ന ഒരു പോയിന്റ് ആണ്. യോഗേന്ദ്ര സിംഗ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ഇതിന്റെ എവല്യൂഷനെ രണ്ടായിട്ട് തരംതിരിച്ച് കാണിക്കുന്നത്. ഓർത്തോജനറ്റിക് എന്നും ഹെട്രോജനറ്റിക് സോഴ്സസ്. അതായത് ഇന്ത്യയിൽ ഇതുണ്ടാവാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഓർത്തോജനിക് സോഴ്സസ്, ഹെട്രോജനിക് സോഴ്സസ്, രണ്ടിന്റെയും കൂടി കളി ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യയിൽ സോഷ്യോളജി എങ്ങനെ ഉണ്ടാവും, അതായത് പുറത്തുനിന്ന് അല്ല, ഓർത്തോജനിക് കുറച്ചുകൂടി ഇൻഡിജീനിയസ്, അതായത് നമ്മുടെ ഇവിടെ ഉള്ള മാറ്റങ്ങളെ പറ്റി പഠിക്കാൻ നമ്മൾ ശ്രമിച്ചതും. ഹെട്രോജനിക് എന്ന് വെച്ചാൽ മറ്റുള്ളവർ, നേരത്തെ പറഞ്ഞാൽ ഓറിയന്റലിസ്റ്റ് ചെയ്തില്ല, അവർക്ക് അവരുടെ ഭരണം ഉണ്ടായിരുന്നു, അവർക്ക് പല താല്പര്യങ്ങളുണ്ട്. ഒന്ന് ഇവിടെ പറ്റി അറിയണമെന്നുള്ള നല്ല താല്പര്യത്തോടെ ചില സ്കോളേഴ്സ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടുത്തെ കൊളോണിയൽ ഇൻട്രസ്റ്റ് കാരണം അവർ ചെയ്തിട്ടുണ്ട്, കൊളോണിയൽ താല്പര്യങ്ങൾ കാരണം അവർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻസർ വായിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ നേരത്തെ എവല്യൂഷൻ വഴി നോക്കുവാണെങ്കിൽ എന്തൊക്കെ നോക്കി, ഏൻഷ്യന്റ് നോക്കി, കുറച്ച് നോക്കി മിഡീവൽ ഇവരുടെ ഭരണം നടക്കുമ്പോൾ നോക്കി. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമുക്ക് നോക്കാം. ആ എവല്യൂഷൻ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. എവല്യൂഷന്റെ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഈ ഓറിയന്റലിസം, ഇൻഡോളജി ആൻഡ് യോഗേന്ദ്ര സിംഗിനെയും കൂടി നമ്മൾ കൊണ്ടുപോകുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഏരിയ. ഇനി നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷം സോഷ്യോളജി എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കാം. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കണ്ടിന്യൂറ്റി. ഓക്കെ, ലെക്ചർ നോട്ട് എല്ലാം എഴുതുന്നുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു കഥ പോലെ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇതിനെ എങ്ങനെ ആൻസറിൽ കുറച്ച് തള്ളി 500 വേർഡ്സ് ആക്കി എഴുതണമെന്നുള്ളത് ആ ആൻസർ ഞാൻ എഴുതി വെച്ച ഒരു ആൻസർ നിങ്ങൾ കാണിച്ചു തന്നു, അത് നമുക്ക് ബോധ്യമാക്കി തരാം. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കണ്ടിന്യൂറ്റി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഡെവലപ്മെന്റ്, മൊഡേണിറ്റി ആൻഡ് നേഷൻ ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചും കൂടി കൺസേൺ ആയി തുടങ്ങി അല്ലേ. നമ്മുടെ കാസ്റ്റ് സിസ്റ്റം, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതോടുകൂടി നമുക്കൊരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടി, അതുവഴി ഇക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ആണ് അല്ലേ. ഇക്വാളിറ്റി, സാഹോദര്യം എല്ലാം വന്നു.
അപ്പം കാസ്റ്റ് അതുവരെ ഫോളോ ചെയ്ത കാസ്റ്റ് ഹൈറാർക്കീസ് വേണ്ട, രാജഭരണവും ഇല്ല. അപ്പം ആ ഒരു ഒരുത്തവന്റെ മേളിൽ മറ്റുള്ള ഒരുത്തവൻ എന്നുള്ളത് മാറി എല്ലാവരും ഈക്വലായി. അപ്പൊ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളാണ് വന്നത്. അപ്പൊ അതിനെപ്പറ്റി ഏതെന്നെ രീതി പഠിച്ചു? നേഷൻ ബിൽഡിംഗ്, രാജ്യം എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. അത് നെഹ്റു ഒക്കെയായിരുന്നു പ്രൈം മിനിസ്റ്റർ. അപ്പോൾ നേഷൻ ബിൽഡിംഗ് ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന സമയമായിരുന്നു അല്ലേ. അപ്പൊ അതെങ്ങനെ കൊണ്ടുപോകണം, ഏതൊക്കെ രീതി വേണം എന്നുള്ളത് അറിയാൻ വേണ്ടി ആയിരുന്നു നമ്മുടെ പൊളിറ്റീഷ്യൻസും അതേപോലെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് സോഷ്യോളജിസ്റ്റും ഇതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. മോഡേണൈസേഷൻ അല്ലേ, ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നു. അപ്പൊ അത് ഏത് രീതിയിൽ പോകണം, എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട്, കൾച്ചറൽ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇമ്പാക്ട് എന്താണെന്നൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ ഡെവലപ്മെന്റ് ഇഷ്യൂസും ഒക്കെ ആ സമയത്ത് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക്കലി ഒരു എമർജൻസിന്റെ എന്താണ്, എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ എമർജ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം ഇതാണ്. എന്നാൽ പലതരം അപ്രോച്ചസ് ഇനിയുണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒറിജിൻ എന്നുള്ളത് നമുക്കൊരു ആൻസർ എഴുതി തന്നെ നോക്കാം. സോ എഴുതി വെച്ചിട്ട് ആൻസർ കാണിച്ചു തരാം. നേരത്തെ കണ്ട PYQ ഒരു ചോദ്യം തന്നെയാണ്. ഡിസ്കസ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. സോ ഈ ഒരു പോർഷൻ, ഈ ഒരു ആൻസർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, നമ്മൾ ഇതിന്റെ ബുക്ക് വരുന്നുണ്ട്. സോ അത് ഉടനെ ലോഞ്ച് ആവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ PDF ഷെയർ ചെയ്യുന്നില്ല. ബട്ട് ലോഞ്ച് ആയതിനു ശേഷം ബുക്കിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. സോ ഡിസ്കസ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. സോ ആൻസർ ഞാൻ വായിക്കാം. സോഷ്യോളജി ഇൻ ഇന്ത്യ emerged as an intellectual response to the dislocations caused by colonial modernity. കൊളോണിയൽ മോഡേണിറ്റി നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, അത് കാരണമുണ്ടായ കുറെ ഡിസ്ലൊക്കേഷൻസ്, കുറെ മാറ്റങ്ങൾ ഇവിടെ വന്നു അല്ലേ. അതിനെ പറ്റിയുള്ള പഠിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ സോഷ്യോളജി ഉണ്ടായത്. സോ യൂറോപ്പിലുള്ളതുപോലെ തന്നെ സോഷ്യോളജി ഉണ്ടാവുന്നത്, യൂറോപ്പിൽ ഉണ്ടാവുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുമൂലം ഉണ്ടാവുന്ന മറ്റ് പൊളിറ്റിക്കൽ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, കൊമേഴ്ഷ്യൽ റവല്യൂഷനൊക്കെ കാരണമാണ് വന്നത്. എന്നാൽ ഇന്ത്യയിൽ വന്നത് ഈ ഇവരോടുള്ള ഇവര് കാരണം, ആരാണ്, ബ്രിട്ടീഷ് കാരണം ഉണ്ടാവുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. സൊസൈറ്റിയിൽ ഉണ്ടായ മാറ്റത്തിനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ, മെയിൻ പോയിന്റ് ആണ്, ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് നമ്മൾ വെളിപ്പെടുത്തി. ദിസ് ഡിസിപ്ലിൻ വാസ് ഷേപ്ഡ് ബൈ ഇന്ത്യസ് എൻകൗണ്ടർ വിത്ത് വെസ്റ്റേൺ റാഷണാലിറ്റി, കൊളോണിയൽ ഡോമിനേഷൻ ആൻഡ് ദ ക്വസ്റ്റ് ഫോർ നാഷണൽ ഐഡന്റിറ്റി അല്ലേ. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞല്ലേ, ആൾക്കാർക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടി. അതുവഴി വെസ്റ്റേണിലെ ഐഡിയാസ്, ഇപ്പൊ ഫ്രഞ്ച് റവല്യൂഷണൽ ഐഡിയാസ് ഉണ്ട്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതുവഴിയുള്ള ഐഡിയാസുമായിട്ട് നമ്മൾ എക്സ്പോസ് ആയി തുടങ്ങി. ഓക്കെ, അതുപോലെ നാഷണൽ ഐഡന്റിറ്റീസ്, നമ്മൾ ഭാരതീയൻ എന്നൊരു ഐഡന്റിറ്റി വന്നപ്പോൾ ആരാണ് ഈ ഭാരതീയൻ എന്ന് അറിഞ്ഞ് ചരിത്രവും ഒക്കെ അന്വേഷിച്ചു പോയപ്പോൾ അവിടെയും സോഷ്യോളജി അറിയാണ്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു. ഇൻഡിജീനിയസ് തോട്ട് ആൻഡ് കൊളോണിയൽ ട്രാൻസ്ഫോർമേഷൻ, അവിടെയാണ് നമ്മൾ ധർമ്മശാസ്ത്ര, അർത്ഥശാസ്ത്ര, അതുപോലെ പല ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറും നമുക്ക് കൊണ്ടുവരാം. ഏതെങ്കിലുമൊക്കെ ലിറ്ററേച്ചറിന്റെ പേര് അറിയാമെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. So India possessed a long tradition of social reflection in texts such as Dharma Shastra, Arthashastra, and Buddhist literature, which discussed hierarchy, duties, and moral order. However, they were normative and philosophical. അവർ ഭയങ്കര ഫിലോസഫിക്കൽ നേച്ചർ ആയിരുന്നു അല്ലേ, എംപിരിക്കൽ അല്ലായിരുന്നു. അതാണ് ഇമ്പോർട്ടൻറ്റ്, എംപിരിക്കൽ അല്ലായിരുന്നു. അണ്ടർ ബ്രിട്ടീഷ് റൂൾ, traditional institutions like caste, village community, kinship, and economy underwent major transformation. കാരണം അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടായത് കാരണം ഇവിടുത്തെ കാസ്റ്റ്, വില്ലേജ് കമ്മ്യൂണിറ്റി, കിൻഷിപ്പ്, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, നമ്മൾ ഇങ്ങനെ തള്ളി വെക്കുന്നു. നമ്മുടെ സിമ്പിൾ ലാംഗ്വേജ് വന്നാൽ അത് നേരത്തെ പറഞ്ഞ നമ്മൾ ആ നേരത്തെ അപ്പുറത്തെ എഴുതി കാണിച്ചതിൽ ഉള്ള കീവേഡ്സ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആൻസർ ആണ്. നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി അനുസരിച്ച് നമുക്ക് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നെവർ മാറ്റർ. ഓക്കെ, ജസ്റ്റ് ആ കീവേഡ്സും മെയിൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്സും നിങ്ങൾ മിസ്സാക്കാതിരുന്നാൽ. ഇനി നോക്കാം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റലക്ച്വൽ എൻകൗണ്ടേഴ്സ്. അതായത് 1857 ശേഷം ഇവിടെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും ഇറ്റ് സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എക്സ്പോസ് ഇന്ത്യൻ സ്കോളേഴ്സ് ടു വെസ്റ്റേൺ ഫിലോസഫീസ് ആൻഡ് സോഷ്യൽ തിയറീസ്. അതായത് കോംഡെയുടെ പോസിറ്റിവിസം, സ്പെൻസറിന്റെ എവല്യൂഷനിസം, ഡർക്കീമിന്റെ ഫംഗ്ഷണലിസം, മാർക്സിന്റെ എന്ത് പറയും, കോൺഫ്ലിക്റ്റ് അല്ലെ, കോൺഫ്ലിക്റ്റ് തിയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ എക്സ്പോസ്ഡ് ആയി. The Indian thinkers did not simply imitate Western sociology, but sought to synthesize scientific methods with Indian social realities. അതായത് അത് നമ്മൾ അങ്ങ് കോപ്പി ചെയ്യുമല്ലായിരുന്നു അല്ലേ, ഇന്ത്യൻ വെസ്റ്റിലുള്ള സോഷ്യോളജി നമ്മൾ ഇവിടെ കോപ്പി ചെയ്ത് വെക്കുമല്ല, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയായിരുന്നു. ഓക്കെ, ഇനി സോഷ്യൽ റിഫോം ആൻഡ് റൈസ് ഓഫ് നാഷണലിസം. അതിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെയുള്ള സോഷ്യൽ റിഫോംസും കാര്യങ്ങളും അതല്ലേ. രാജാറാം മോഹൻ റോയ്, ജ്യോതിബ പൂലെ, നാരായണ ഗുരു, പെരിയാർ, ഇവര് കാസ്റ്റ് ഹൈറാർക്കീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും
പേട്രിയാർക്കി, റിലീജിയസ് ഓർത്തഡോക്സി, അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇതെന്തുണ്ടായി, ഒരു പ്രോട്ടോ സോഷ്യോളജിക്കൽ സ്പിരിറ്റ് നമ്മുടെ ഇവിടെ ആ സമയത്ത് ഉണ്ടായി വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലിസത്തിനെ പറ്റി നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് ഫീൽഡ് നേരത്തെ പറഞ്ഞ പോലെ ഗുരൈ 1919 ബോംബെ യൂണിവേഴ്സിറ്റി തുടങ്ങി, ലക്നൌവിൽ തുടങ്ങി, കൽക്കത്തയിൽ തുടങ്ങി. ഓക്കെ, അപ്പോ ഗുരൈ അല്ലെങ്കിൽ MN ശ്രീനിവാസ് വില്ലേജ് സ്റ്റഡീസും കാസ്റ്റ് മൊബിലിറ്റിയെ പറ്റി പഠിച്ചപ്പോൾ AR ദേശായി ക്ലാസിനെ പറ്റി, ഡെവലപ്മെന്റിനെ പറ്റി പഠിച്ചു. നേരത്തെ നമ്മൾ പറയാതെ പോയൊരു തിങ്കർ ആയിരുന്നു ആൻഡ്രേ ബെറ്റലെ. പുള്ളി ഇൻഇക്വാലിറ്റി ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ, ഇൻഇക്വാലിറ്റി തന്നെയാണ്, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ അതിനെ പറ്റിയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതുവഴി അവരെല്ലാം ഫീൽഡ് ബേസ്ഡ് ആൻഡ് അനലിറ്റിക്കൽ ഓറിയന്റേഷനിലാണ് അവരുടെ പഠനങ്ങളെല്ലാം പോയത്. ആ രീതിയിലൊക്കെ നമ്മൾ പയ്യെ ഇവോൾവ് ആയി വന്നു. ഇനി ഓറിയന്റലിസം. ഓക്കെ, ഓറിയന്റലിസം നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓറിയന്റലിസം എന്താണ്? സായിപ്പുമാർ നമ്മളെ പറ്റി പഠിക്കുന്നു. അവരെന്തിനു വേണ്ടി പഠിച്ചെന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു അവരുടെ സോഴ്സസ് എന്ന് പറഞ്ഞു അല്ലേ? മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് ആയിരുന്നു വില്യം ജോൺസും മാക്സ് മുള്ളറും. ടു ജസ്റ്റിഫൈ ആൻഡ് മാനേജ് ദെയർ റൂൾ, ദ ബ്രിട്ടീഷ് ജനറേറ്റഡ് എ ബോഡി ഓഫ് ഓറിയന്റലിസ്റ്റ് നോളജ്. The Orientalist discourse represented Indian society as ancient, spiritual and static. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഏൻഷ്യൻ്റ് ആണ്, സ്പിരിച്വൽ ആണ്, സ്റ്റാറ്റിക് ആണ്. ഇതുവഴി എന്ത് ചെയ്ത്, ഇതൊക്കെ പറയുന്ന വഴി എന്താണ്, അവരാണ് നമ്മളെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് അവർ ഇത് ജസ്റ്റിഫൈ ചെയ്യുക. ഈ കാര്യങ്ങൾ വെച്ച് അവർ ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കുകയായിരുന്നു. ഓക്കെ, ദ ഏർലി സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി വാസ് ലെസ് പൊളിറ്റിക്കലി എംബഡഡ്, സർവിങ് ഗവർണൻസ് റാദർ ദാൻ ജെനുവിൻ സോഷ്യൽ അനാലിസിസ്. അല്ലേ, ജെനുവിനായിട്ട് ഇവിടെ മാറ്റങ്ങൾക്ക് വരാൻ വേണ്ടിയല്ല അവർ സോഷ്യോളജിക്കൽ അനാലിസിസ് ആ സായിപ്പുമാർ ചെയ്തത്. പിന്നെ അവർക്ക് നമ്മളെ മേളിൽ കൺട്രോൾ വേണം, ഗവേൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ കാര്യങ്ങൾ ചെയ്തത്. ഇന്ത്യൻ സോഷ്യോളജി എമേർജ്ഡ് ആസ് എ ക്രിട്ടിക്കൽ വോയിസ് അഗൈൻസ്റ്റ് ഓറിയന്റലിസ്റ്റ് ഇംപ്രഷനിസം. അപ്പൊ അതിനെ ഒരു എതിരെയായിട്ട് ഇവിടുത്തെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ളവരാണ് പിന്നീട് സോഷ്യോളജിസ്റ്റ് ആയിട്ട് എവോൾവ് ചെയ്ത് ഇതിനെതിരെ സംസാരിച്ച് തുടങ്ങി. അതിനുവേണ്ടി അവർ പല സ്റ്റഡീസും നടത്തി. അത് പിന്നീട് സോഷ്യോളജി ആസ് എ സബ്ജക്ട് ഇൻ ഇന്ത്യ ഡെവലപ്പായി. അവിടാണ് നമ്മൾ ഇൻഡോളജിയുടെ വരവ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ആരെ പറയും, ലൂയിസ് ഡോമണ്ട്. അത് എല്ലാ ലൂയിസ് ഡോമണ്ടിന്റെ ഹോമോ ഹൈറാർക്കിസസ് അതുവഴിയൊക്കെ ആണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് പറഞ്ഞു വെക്കാം. നമുക്ക് ഇൻഡോളജിയുടെ എവല്യൂഷൻ പറയുമ്പോൾ ഔട്ട് ഓഫ് ഓറിയന്റലിസ്റ്റ് സ്കോളർഷിപ്പ് ഗ്രൂപ്പ് ഇൻഡോളജി, ഓറിയന്റലിസത്തിൽ നിന്ന് തന്നെയാണ് ഇൻഡോളജിയും വളർന്നു വന്നത്. അതായത് അവർ പറഞ്ഞത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. വിച്ച് എക്സാമിൻ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഇറ്റ്സ് കൾച്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻ. അവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നെയാണ് ഇൻഡോളജിസ്റ്റും ചെയ്തത്. മെയിൻ സ്കോളേഴ്സ് GS കുരെ, DP മുഖർജി, ബിനോയ് കുമാർ സർക്കാർ, ഇവരെല്ലാം റീഡിഫൈൻഡ് ഇൻഡോളജി ടു ബ്ലെൻഡ് കൾച്ചറൽ ഇൻസൈറ്റ് വിത്ത് സോഷ്യോളജിക്കൽ അനാലിസിസ്. അല്ലേ, നമ്മുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാം ഇവർ സോഷ്യോളജിക്കൽ രീതിയിൽ അനലൈസ് ചെയ്യുകയാണ്. ഗുരയുടെ വർക്ക് കാസ്റ്റ് കിൻഷിപ്പ് റിലീജനിൽ ഉണ്ടാവുന്ന ഒരു വർക്ക്, ഇറ്റ് മാർക്ക് എ ഷിഫ്റ്റ് ഫ്രം ടെക്സ്റ്റൽ ഗ്ലോറിഫിക്കേഷൻ ടു സോഷ്യോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതായത് പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്നു ഒരു ഭയങ്കര ഗ്ലോറിഫിക്കേഷൻ ആയിരുന്നു. അതായത് ടെക്സ്റ്റൽ, നമ്മുടെ ബാക്കി ടെക്സ്റ്റുകളിനെയൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ, ദൈവങ്ങൾ എഴുതിയതാണ് അല്ലെങ്കിൽ മെയിൻ ആൾക്കാരൊക്കെ എഴുതിയതാണെന്നുള്ള രീതിയിലൊക്കെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ പഴയ കാലം ഭയങ്കര അതിമനോഹരമാണെന്നുള്ള കാര്യം ചുമ്മാ പറഞ്ഞു വിടുന്നതിന് പകരം സോഷ്യലിസ്റ്റ് ആയ ഗുരു എന്ത് ചെയ്തു, ഇതിനെ ജസ്റ്റ് എടുത്തു ഒരു ബുക്ക്, ഇതുവഴി നാട് ഇങ്ങനായിരുന്നു അന്ന് ഇങ്ങനായിരുന്നു, രാജാക്കന്മാർ ഇങ്ങനായിരുന്നു, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു വെച്ചു. അതിനൊരു സോഷ്യോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ മാത്രം കൊടുത്തു. ഗുഡ് കീവേഡ്, സോഷ്യോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഇനി DP മുഖർജിയുടെ കാര്യം നോക്കാം. പുള്ളിയുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സോഷ്യോളജി മസ്റ്റ് റിഫ്ലക്ട് ഇന്ത്യസ് കൾച്ചറൽ വാല്യൂസ് വൈൽ അഡ്രസ്സിംഗ് പ്രോബ്ലംസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇവിടെ ഉണ്ടാകുന്ന സാമൂഹിക മാറ്റത്തെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ സോഷ്യോളജിക് പഠനം എന്ന് DP മുഖർജി പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഇതുവഴി ഇൻഡോളജി ഒരു become a bridge between philosophy and modernity. ഓക്കെ, ഫിലോസഫിയും മോഡേൺ സോഷ്യോളജിയും തമ്മിൽ ഒരു ബ്രിഡ്ജ് അവിടെ വരികയാണ്. അതിനു മുമ്പല്ലേ ഇൻഡോളജി വഴിയാണ് ആ ഒരു ചേഞ്ചസ് വലുതായിട്ട് തുടങ്ങുന്നത്. മറ്റേത് ആ ഫിലോസഫിക്കൽ നേച്ചറിൽ പറഞ്ഞു വെക്കുകയായിരുന്നു ആരെ, ഓറിയന്റലിസം ഒക്കെ. അവര് പിന്നീട് അതിൽ നിന്നൊരു സ്ലൈറ്റ് ചേഞ്ച് തുടങ്ങി വെക്കുകയായിരുന്നു. മോഡേൺ സോഷ്യോളജിക്കുള്ള സ്ലൈറ്റ് ചേഞ്ച് തുടങ്ങി വെച്ച് ആര്, നമ്മുടെ ഇൻഡോളജി. ഇനി നമുക്ക് ഓർത്തോജനറ്റിക് ആൻഡ് ഹെട്രോജനറ്റിക് സോഴ്സസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജി, അതായത് യോഗേന്ദ്ര സിംഗിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ പുള്ളി പറയുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ സോഷ്യോളജി എമർജ് ചെയ്തത്. ഓർത്തോജനറ്റിക് അഥവാ ഇൻഡിജീനിയസ് സോഴ്സസ്, ഹെട്രോജനറ്റിക് അഥവാ എക്സ്റ്റേണൽ സോഴ്സസ്. ഇൻഡിജീനിയസ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫിലോസഫിക്കൽ ട്രഡീഷൻ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, നാഷണലിസ്റ്റ് ആസ്പിറേഷൻ കാരണമാണ് ഇന്ത്യയിൽ സോഷ്യോളജി ഉണ്ടായെന്ന് ഒരു വാദവും, അതേസമയം മറ്റു ഫോറിൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ടായിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് എന്താണ് പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത്? വെസ്റ്റേൺ സോഷ്യോളജി, പോസിറ്റിവിസം, കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്,
ഡാർവിൻ അല്ലെങ്കിൽ ഹെർബർട്ട് സ്പെൻസറിന്റെ എവല്യൂഷനിസം, മാർക്സിന്റെ കോൺഫ്ലിക്ട് തിയറി, ഇതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ഇത് കാരണം ഒരു ഹൈബ്രിഡ് ഇന്റലക്ച്വൽ ട്രഡീഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവന്നു. അതായത് ഫിലോസഫിക്കൽ, നേരത്തെ പറഞ്ഞല്ലോ ഫിലോസഫിക്കൽ ആൻഡ് മോഡേൺ സോഷ്യോളജി തമ്മിലുള്ള ഒരു സംഭവം നമ്മൾ കാണിച്ചില്ലേ ഇവിടെ. അതുപോലെ ഒരു ഹൈബ്രിഡ് ഇന്റലക്ച്വൽ ട്രഡീഷൻ നമുക്ക് ഉണ്ടായെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ചില ഇങ്ങനെ കുറച്ച് സ്റ്റൈലിഷ് വാക്കുകൾ നമ്മൾ സോഷ്യോളജി കീവേഡായിട്ട് പഠിച്ചു വെക്കും അല്ലേ. സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ മോഡേൺ, സോഷ്യൽ മൊബിലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ പല വേർഡ്സ് ഉണ്ട്. അതിലൊന്നായിട്ട് ഹൈബ്രിഡ് ഇന്റലക്ച്വൽ ട്രഡീഷൻ എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എവല്യൂഷൻ വഴി വന്നു. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷം നോക്കുമ്പോൾ ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ, നേഷൻ ബിൽഡിങ്ങിനെ പറ്റിയായിരുന്നു കൂടുതൽ ശ്രദ്ധ. The discipline retained its dual legacy, Western theoretical influence combined with Indian empirical reality, reflecting India's continuing social transformation. അല്ലേ, വെസ്റ്റേൺ തിയററ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ എംപിരിക്കൽ റിയാലിറ്റി ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുകയും ഇതുവഴി ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്തു. The emergence of socialism in India, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, ആൻസർ കൺക്ലൂഡ് ചെയ്യാണ്. The emergence of socialism in India was both a product of colonial modernity and a symbol of cultural self-discovery. അല്ലേ, കൊളോണിയൽ ചേഞ്ചസ് കാരണം ഉണ്ടായ മൊഡേണിറ്റിക്ക് എതിരെയുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ അത് കാരണമുള്ള ചേഞ്ചസിനെ പറ്റിയുള്ള അന്വേഷണവും പിന്നെ നാഷണൽ ഐഡന്റിറ്റിക്കായിട്ടുള്ള വേണ്ടി ഇന്ത്യക്കാർ അന്വേഷിച്ചു തുടങ്ങി അല്ലേ. ആ അന്വേഷണവും കൂടിയാണ് ഇവിടെ സോഷ്യോളജി ആരംഭിക്കാൻ സഹായിച്ചത്. ഇറ്റ് ഗ്രൂ ഫ്രം റിഫോമിസ്റ്റ് ആൻഡ് നാഷണലിസ്റ്റ് തോട്ട് ഇൻ ടു ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ ഗ്രൗണ്ട് ഇൻ ബോത്ത് തിയറി ആൻഡ് ഫീൽഡ് വർക്ക്. ആദ്യം എന്താണ്, രാജാറാം മോഹൻ റോയ് ഒക്കെ ഇവിടെ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയും പല കാര്യം, കാസ്റ്റിന്റെ ഒക്കെ പല കാര്യങ്ങളും പഠിച്ചു തുടങ്ങിയത് അല്ലേ. ശ്രീനാരായണ ഗുരു ഒക്കെ അന്നൊരു റിഫോമിസ്റ്റ് നേച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാഷണലിസ്റ്റും അല്ലേ, നമ്മുടെ ഭാരതീയൻ എന്താണെന്നുള്ള അന്വേഷണത്വരയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പിന്നീട് ഒരു ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് അത് പിന്നീട് ഇവോൾവ് ചെയ്യുകയായിരുന്നു അല്ലേ. ആദ്യം തന്നെ ഒരു സബ്ജക്റ്റ് ആയതല്ല, അത് നമ്മൾ ആവശ്യം നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ആ സെന്റൻസ് വഴി പറയുന്നത്. While Western sociology provided conceptual tools, Indian sociology evolved as a reflexive, indigenized science, interpreting the complex process of change in a civilization, balancing continuity and transformation. So ഇതൊക്കെ കുറച്ച് ലൈക്ക് വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, ബട്ട് ഇതൊരു നല്ല കൺക്ലൂഷൻ ആണ്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടേതായിട്ടുള്ള വേർഡിൽ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ നാഷണൽ ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ റിഫോമിസ്റ്റ് നേച്ചറും ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ തുടങ്ങി. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടി അവസാനം ഒറ്റ പാരഗ്രാഫിൽ സമ്മറൈസ് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, കൾച്ചറൽ സെൽഫ് ഡിസ്കവറി ഒക്കെ കാരണമായിട്ടുണ്ടാവുന്നത് ആദ്യം റിഫോമിസ്റ്റ് നേച്ചറും നാഷണലിസ്റ്റ് നേച്ചറുമായിരുന്ന ഇത് പിന്നീട് ഫീൽഡ് വർക്കും തിയറി ബിൽഡിങ്ങും ഒക്കെ ഉണ്ടായി വന്നു അല്ലേ. ഓക്കെ, പിന്നീട് പയ്യെ പയ്യെ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ടൈം എടുത്തു. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ, അതായത് പലതരം അപ്രോച്ചസ് അല്ലെ, വെസ്റ്റേൺ സോഷ്യോളജിക്കാര് ഉപയോഗിച്ച പലതരം അപ്രോച്ചസിനെ പറ്റി സ്ഥിരമായി ചോദ്യം വരാറുണ്ട്. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്രിറ്റിക്കലി എക്സാമിൻ രണ്ടാമത്തെ ചോദ്യം, ദ അപ്രോച്ചസ് ഓഫ് വെസ്റ്റേൺ സോഷ്യോളജി സ്കോളേഴ്സ് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇതിനെപ്പറ്റി ചോദ്യം വരാറുണ്ട്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ, സോ ലവ് യു ഓൾ, താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.